ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു NVMe SSDയെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായി ഈ വീഡിയോ മുഴുവനായി കാണൂ, എങ്കിൽ നിങ്ങൾക്കത് എങ്ങനെയാണെന്നുള്ളത് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള NVMeക്ക് അനുയോജ്യമായ ഒരു എൻക്ലോഷർ വാങ്ങുക. ഞാൻ ആമസോണിൽ നിന്നുമാണ് വാങ്ങിയത്. 2 ഐറ്റംസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇതാണ് NVMe M2 SSD എൻക്ലോഷർ. ഇത് SSD 2.5 ഇഞ്ച് എൻക്ലോഷറാണ്. ഇതിൻ്റെ വീഡിയോ പിന്നീട് കാണിക്കാം. പൈബോക്സ് ഇന്ത്യയുടെ എൻക്ലോഷറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് ആണ് അവരുടേത്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഏസറിൻ്റെ 256 GB M2 SSD. FA100 ആണ് മോഡൽ നമ്പർ. ആദ്യം നമുക്കിതെല്ലാം അൺബോക്സ് ചെയ്യാം. SSD എൻക്ലോഷറിൽ പ്രധാനമായും എൻക്ലോഷറിന് പുറമെ ഒരു USB 3.0 ടു USB Type C കേബിളും USB Type C ടു USB Type C കേബിളും ഉണ്ട്. സോ ഇത് പ്രധാനമായും USB 3.0 ഉള്ള ഡിവൈസിൽ കൊടുക്കാനും USB Type C ഉള്ള ഡിവൈസിൽ കണക്ട് ചെയ്യാനുമായിട്ട് സാധിക്കും. ഇത് ഫ്രീ ആയി നൽകിയ ഒരു തെർമൽ പാഡാണ്. ഇതാണ് പൈബോക്സിൻ്റെ NVMe എൻക്ലോഷർ. ഇതിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റാൻഡാണ്. ഇതും ഇതിൻ്റെ കൂടെ ഫ്രീ ആണ്. ഇനി SSD അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് M2 SSD. ശ്രദ്ധിക്കേണ്ട കാര്യം, SSD ഏത് ടൈപ്പാണോ അതൊരു മാച്ച് ആകുന്ന SSD എൻക്ലോഷർ ആയിരിക്കണം വാങ്ങേണ്ടത്. SSDയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയ്റ്റും ചെറുതും സ്പീഡ് വളരെ ഫാസ്റ്റ് ആയിരിക്കുമെന്നുള്ളതാണ്. SSD എടുത്തു. ഇനി എൻക്ലോഷർ പതുക്കെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഇവിടെയാണിത് ഫിറ്റ് ചെയ്യേണ്ടത്. SSDയിലുള്ള പിന്നിനിടയിലുള്ള ഗ്യാപ്പ് നോക്കി അത് കറക്റ്റായി എൻക്ലോഷറിൽ പ്ലേസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇനി ഇതിൻ്റെ മറ്റേ എൻഡ് ടൈറ്റ് ചെയ്യണം. അതിനായി ഒരു സ്ക്രൂ അല്ലെങ്കിൽ ക്ലിപ്പ് തന്നിട്ടുണ്ടായിരിക്കും. അതുപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. ഈ ക്ലിപ്പ് ഇതിനിടയിൽ വെച്ച് പതുക്കെ എൻക്ലോഷറിൻ്റെ സ്ക്രൂ ഹോളിലേക്ക് പ്രസ് ചെയ്യുക. Now we have done it. ഇനി ഇത് തിരിച്ച് എൻക്ലോഷറിൻ്റെ ഈ ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഈ സൈഡിൽ കാണാം Type C പോർട്ടാണുള്ളത്. ഇപ്പോൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് റെഡിയായി. ഇനി ഇത് കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായി Type C ടു USB 3.0 കേബിളാണ് ഞാൻ എടുത്തത്. Type C SSD എൻക്ലോഷറിലേക്കും USB 3.0 കമ്പ്യൂട്ടറിലേക്കും കണക്ട് ചെയ്യുക. നൗ കണക്ഷൻസ് ആർ മെയ്ഡ്. കമ്പ്യൂട്ടറിൽ മൈ കമ്പ്യൂട്ടർ എടുത്താൽ ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ലോഡായി വരേണ്ടതാണ്. ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ വന്നില്ല എങ്കിൽ ഇനി കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി. മൈ കമ്പ്യൂട്ടർ ഓർ മൈ PC റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാനേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആകും. അതിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണാം നമ്മുടെ SSD എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സിമ്പിൾ വോളിയം എന്നത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അടിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇവിടെ ഫയൽ സിസ്റ്റം EXFAT സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈവിന് ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. നെക്സ്റ്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്യുക.
ഇപ്പോൾ കാണാം ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി. ഇനി ഫയൽസ് കോപ്പി ചെയ്യാനും ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനുമെല്ലാം സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.